കൊടുങ്ങല്ലൂരിലെ CPM നേതാവ് KU ബിജുവിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളെ വെറുതെ വിട്ടു. 13 RSS BJP പ്രവർത്തകരെയാണ് വെറുതെ വിട്ടത്. തെളിവുകൾ അപര്യാപ്തമെന്ന് കോടതി വ്യക്തമാക്കി. ലിഷോയ് വിവരങ്ങൾ നൽകും. ലിഷോയ്, ഏതൊക്കെ കാരണങ്ങൾ നിരത്തിയാണ് കോടതി പ്രതികളെ വെറുതെ വിട്ടത്? പ്രതികൾക്കെതിരായുള്ള തെളിവുകൾ അപര്യാപ്തമെന്നാണ് കോടതി പ്രധാനമായും വിലയിരുത്തിയത്. സാക്ഷിമൊഴികളിൽ കോടതി അവിശ്വാസം പ്രകടിപ്പിച്ചു. പോലീസ് പ്രതി ചേർത്ത 14 RSS BJP പ്രവർത്തകരെയാണ് വെറുതെ വിട്ടത്. 14 പേരാണ് കേസിൽ പ്രതിയായിട്ടുള്ളത്. ഒരാൾ ജുവനയിലാണ്. ഇയാളെ ഈ പ്രതിയുടെ വിചാരണ ജുവനൈൽ കോടതിയിൽ ഇപ്പോൾ നടക്കുകയാണ്. കൊടുങ്ങല്ലൂരിൽ CPM DYFI നേതാവായിരുന്ന KU ബിജുവിനെ കുറി പതിക്കാൻ 2008 ജൂൺ മാസം 30-ാം തീയതിയാണ് കുറി പതിക്കാൻ പോകുന്നതിനിടയിൽ കൊലപ്പെടുത്തിയത്. ഈ ചികിത്സയിലിരിക്കെ ഈ ആക്രമിച്ച ശേഷം ചികിത്സയിലിരിക്കെ ജൂലൈ 2-നാണ് ബിജു മരിക്കുന്നത്. സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തിച്ചിരുന്ന അദ്ദേഹത്തിന്റെ കൊലക്കേസിൽ RSS പ്രവർത്തകരെയാണ് പ്രതി ചേർത്തിരുന്നത്. ജോബ് പ്രായപൂർത്തിയാകാത്ത ഒരാൾ, ഗിരീഷ്, സേവ്യർ, സുബിൻ, BJP ജില്ലാ വൈസ് പ്രസിഡന്റായിരുന്ന ശ്രീകുമാർ, മനോജ്, ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരെയാണ് വെറുതെ വിട്ടത്. എന്നാൽ കോടതി വിധിക്കെതിരെ അപ്പീൽ പോകുമെന്നാണ് പ്രോസിക്യൂഷൻ നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ശരി, അഭിഭാഷകന്റെ പ്രതികരണം കൂടി കേൾക്കാം. അവര് ഓട്ടോറിക്ഷയിലാണ് ഇയാളെ കൊണ്ടുപോയത്. അപ്പം അവരെ ക്രോസ് വിസ്തരിച്ചു ഞാൻ. അപ്പോൾ അവര് ഓട്ടോറിക്ഷയിലാണ് കൊണ്ടുപോയത്. ഒരു തുള്ളി രക്തം പോലും ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്നു. ആ ഓട്ടോറിക്ഷ കഴിവാതെയാണ് ഈ സാക്ഷി അടുത്ത സ്കൂൾ ട്രിപ്പിന് ഇതിനു വേണ്ടി കൊണ്ടുപോയത്. അവരെ വിശ്വസിച്ചിരിക്കുകയാണ് കോടതി. അതേസമയത്ത് ദൃക്സാക്ഷികളെ അവിശ്വസിച്ചിരിക്കുകയാണ്. തീർത്തും വിചിത്രമായിട്ടുള്ള വിധിയാണ്. നമ്മുടെ ക്രിമിനൽ ജൂറിസ്പ്രൂഡൻസിനകത്ത് പ്രോസിക്യൂഷൻ്റെ ചാർജ് സംശയാതീതമായി തെളിയിക്കുക എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ്റെ ചുമതല.